ഇങ്ങനെ എടുക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ചോറ് വെക്കാൻ പോകാം. അതിന് മുമ്പായിട്ട് വെള്ളം തീർത്ത് മോട്ടർ കത്തിപ്പോകുന്ന വെച്ചിട്ട് കുറേ പാത്രങ്ങളിൽ ഞങ്ങൾ എന്താക്കി, ഞങ്ങൾക്ക് ആകെ ഇവിടെ കുറച്ച് പാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആ പാത്രത്തിൽ മൊത്തം വെള്ളം നിറച്ച് വെച്ച് വെക്കാം. അപ്പം ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചോറും ചെറുപയറിൻ്റെ കറിയും ചിക്കനും പൊരിക്കാം നമുക്ക്. പിന്നെ അച്ചാറും ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ചായപാത്രത്തിലാണ് ചോറ് വെക്കുന്നത്. അത് കണ്ട് ഇനി അടുത്ത കമൻറ്റുമായിട്ട് ആരും വരാൻ നിൽക്കണ്ട. പിന്നെ എനിക്കും തത്തിക്കും ആവശ്യമായ കുറച്ച് ചെറുപയർ ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചു. ചെറുപയറിന് കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ, ഉള്ളിയും തക്കാളിയും. അങ്ങനെയുള്ള തക്കാളി ഇടുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ഇതിൽ ഞാനങ്ങ് ഇട്ടു. പിന്നെ ചിക്കൻ കണ്ടിട്ട് ആരും പേടിക്കണ്ട, കാരണം ഇന്നലെ തത്ത വൃത്തിയാക്കി അങ്ങനെ തന്നെ ഫ്രിഡ്ജ് കയറ്റി വെച്ചതാണ്. അപ്പോൾ ഞങ്ങളത് പുറത്തേക്ക് എടുത്ത് ുള്ളതാണ്. നല്ല കല്ല് പോലെ ഉണ്ടായിരുന്നു. അത് കുറേ നേരം വെള്ളത്തിലിട്ട് ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കൻ പൊരിക്കുക. അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അത് എണീറ്റ് ഓടിയാണ്. അമ്മാതിരി കട്ട ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താക്കിയാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടു. മോട്ടർ കത്തിപ്പോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ആദ്യം പറഞ്ഞത്. പക്ഷേ കുഴപ്പമൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ എടുത്തു വെച്ച വെള്ളത്തിൽ നിന്നാണ് ഇത്രയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിയൊക്കെ ഇതിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. പെട്ടെന്ന് ഓക്കെ, ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറാക്കി. ഇത് ചെറുപയർ കറിക്കുള്ള ബാക്കി സാധനങ്ങൾ, പിന്നെ പയറൊക്കെ ആദ്യം വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പൊരിച്ച് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു, കാരണം തത്ത കുളിച്ചിട്ട് വന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവൾ എൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കേണ്ടത്, ഞങ്ങൾക്ക് സംസാരിക്കാൻ തീരെ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് തീർത്തു. പിന്നെ അവൾ വന്നൊരു ഹലോ ഒക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ പുറത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ അലക്കിയിട്ട ഡ്രസ്സൊക്കെ ഇപ്പോഴാണ് വൈകുന്നേരം വന്ന് ഞങ്ങൾ എടുത്തു വെച്ചത്. പക്ഷെ കുറച്ചും കൂടെ ഉണങ്ങാനുള്ളതുകൊണ്ട് ഞങ്ങൾ അയമേ തന്നെയായിരുന്നു ഇട്ടത്. അത് തത്ത പറഞ്ഞു മഴക്കാറുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതെടുത്ത് ഉള്ളിലേക്ക് വെച്ചു. പിന്നെ ഞാൻ അവളവിടെ കിടക്കുമായിരുന്നു, അവളെയും കൂടെയും പറഞ്ഞതാക്കി അവളെയും കൊണ്ട് അത് എടുപ്പിച്ച് വെച്ചു. പിന്നെ അവളെ എടുത്ത് വെച്ച ഡ്രസ്സിൻ്റെ കാര്യം അവൾ അങ്ങനെ തന്നെ കൊണ്ട് വെച്ചതുകൊണ്ട് ഞാൻ അവളെ കുറച്ച് ചീത്തയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പുറത്തിറങ്ങി കുറച്ച് നേരം പ്രകൃതിയൊക്കെ ആസ്വദിച്ചു. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ. ബായ്.